തങ്ങൾക്ക് തന്നെ വിനയായി മാറിയ ലിബറൽ നയങ്ങൾ എടുത്തുമാറ്റിവെച്ച യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പരമ്പരാഗത മൂല്യങ്ങളിലേക്കും ഉറച്ച ദേശീയതയിലേക്കും തീവ്രമായി മടങ്ങിവരുന്ന കാഴ്ചകൾ യൂറോപ്പിൽ അങ്ങോളമിങ്ങോളം കൂടുതൽ അനാവൃതമാവുകയാണ്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമെന്ന ഖ്യാതി നേടിയ സ്വീഡനാണ് അഭയാർത്ഥികളായി വന്ന് തങ്ങളുടെ രാജ്യത്തെ ഇസ്ലാമികവരിക്കാൻ ഒരുമ്പെട്ട പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വീഡന്റെ ഉപപ്രധാനമന്ത്രിയും ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ തീപ്പൊരി നേതാവുമായ എബ്ബ ബുഷാണ് സ്വീഡനിൽ ശരിയത്ത് നിയമം നടപ്പാക്കി അവിടം അടക്കി ഭരിക്കണമെന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ മോഹത്തിന്റെ കടക്കിൽ തന്നെ വെട്ടിക്കൊണ്ട് ശരിയത്ത് നിയമം സ്വീഡന് ബാധകമല്ലെന്നും സ്വീഡനിലുള്ള ഇസ്ലാമിക സമൂഹം ഈ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളോടും മൂല്യങ്ങളോടും താതാത്മ്യപ്പെട്ടേ പറ്റുകയുള്ളൂവെന്നും അല്ലാത്തപക്ഷം സ്വീഡനിൽ നിന്ന് തന്നെ പുറത്തുപോകണമെന്നുള്ള ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അഭയാർത്ഥികളായി സ്വീഡനിലെത്തി ഇസ്ലാമിക ജനത അവിടുത്തെ സ്വാതന്ത്ര്യങ്ങളും സാവകാശങ്ങളുമെല്ലാം അനുഭവിച്ച് ജീവിതം മെച്ചപ്പെട്ടപ്പോൾ ആ രാജ്യത്തിന്റെ സമാധാനപരമായ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കലാപങ്ങളും വളരെ വലുതായിരുന്നു. അതൊക്കെ ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ലെന്നുറപ്പിച്ചാണ് സ്വീഡിഷ് ഉപപ്രധാനമന്ത്രി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ നോക്കി തന്റെ ഇടത്തോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഏകീകരണത്തെക്കുറിച്ചും സ്വീഡനിലെ കുടിയേറ്റക്കാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിലാണ് എബ്ബ ഈ ശക്തമായ പരാമർശം നടത്തിയത്. ഇത് ശരിയത്ത് വാഴുന്ന നാടല്ല എന്നും സ്വീഡന്റെ മൂല്യങ്ങൾ, സംസ്കാരം, നിയമങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകണമെന്നും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകാത്തവർ രാജ്യത്ത് തങ്ങളുടെ സ്ഥാനം പുനഃപരിശോധിക്കണമെന്നുമായിരുന്നു സ്വീഡൻ ഉപപ്രധാനമന്ത്രിയുടെ നിലപാട്. ദുരഭിമാനക്കൊല, തലവെട്ടൽ, സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ശരിയത്ത് നിയമങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും അവർ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ശക്തമായ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്ന സ്വീഡനിലേക്ക് കണ്ണ് നട്ട് ഒരു കാലത്ത് ഇസ്ലാമിസ്റ്റുകളുടെ ഒഴുക്ക് തന്നെയായിരുന്നു. അതിപ്പോൾ സ്വീഡിഷ് മൂല്യങ്ങളെ ശിഥിലമാക്കുന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ ഇറ്റലിയിലെയും ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും എന്നതുപോലെ സ്വീഡിഷ് ജനതയും തങ്ങളുടെ അസ്തിത്വബോധം ഉൾക്കൊണ്ട് ശക്തമായി പ്രതികരിക്കുകയാണ്. 2016 സ്വീഡനിലെ വിവിധ പാർട്ടി നേതാക്കളുമായുള്ള ഒരു TV സംവാദത്തിൽ ലൈംഗിക പീഡനം നടത്തുന്ന അഭയാർത്ഥികളെ തള്ളിക്കളയണമെന്നും ആ രാജ്യത്ത് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ഗൗരവമായി പരിഗണിച്ച് അത്തരക്കാരെ നാടുകടത്തണമെന്നും എബ്ബ ബുഷ് ശക്തമായി പ്രസ്താവിച്ചിരുന്നു. 2018 കുടിയേറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച എബ്ബ ബുഷ് സ്വീഡനിലേക്കുള്ള കുടിയേറ്റക്കാർ തള്ളിക്കയറി വന്നതിനാൽ സ്വീഡന്റെ തനത് മൂല്യങ്ങൾ വലിയ തോതിൽ ശിഥിലമാക്കുവാൻ കാരണമായെന്നും മൾട്ടി കൾച്ചറലിസം രാജ്യത്തിന് ആവശ്യമില്ലെന്നും അത് അങ്ങേയറ്റം തെറ്റാണെന്നും ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. 2019 കുടിയേറ്റ വിഷയത്തെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കർശനമായ നിലപാട് എബ്ബ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കുടിയേറ്റത്തെക്കുറിച്ച് നടന്ന ഒരു സംവാദ ലേഖനത്തിൽ സ്വീഡനിൽ അനുവദിച്ചിരിക്കുന്ന അഭയാർത്ഥികളുടെ അളവ് അയൽ രാജ്യങ്ങളുടെ അതേ നിലവാരത്തിലേക്ക് കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്നും അല്ലെങ്കിൽ വീണ്ടും കുടിയേറ്റമുണ്ടാകുമെന്നും എബ്ബ ബുഷ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് കയറി വന്നിട്ട് അവിടം കീഴടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകൾക്ക് ശക്തമായി താക്കീത് നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് താമസിക്കുന്നെങ്കിൽ ഇവിടുത്തെ മൂല്യങ്ങൾ അനുസരിച്ച് വേണമെന്നും അല്ലാത്തപക്ഷം പുറത്തു പോകുവാനും പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്ന ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ മതവും വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ അതിജീവനം നേടി അവിടെ പാർക്കുന്നവർ നിർബന്ധമായും ആ രാജ്യത്തിന്റെ പൊതുമൂല്യങ്ങളുമായി പൊരുത്തപ്പെടണം. ആ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും അവിടെ ജീവിക്കാൻ ഒരുമ്പെടുമ്പോഴാണ് അവിടുത്തെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത്. ഒന്നുമില്ലാതെ അഭയാർത്ഥികളായി കയറി വന്ന ഇസ്ലാമിക അഭയാർത്ഥികളോട് തീർത്തും ഉദാരമായ സമീപനം കാട്ടിയവരാണ് യൂറോപ്പിലെ ഒട്ടുമിക്ക ക്രൈസ്തവ രാഷ്ട്രങ്ങളും. മതതിട്ടൂരങ്ങൾക്ക് പഞ്ഞമില്ലെങ്കിലും ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ പട്ടിണിയും പരിവട്ടങ്ങളുമായി അറബ് നാടുകളിൽ നട്ടം തിരിഞ്ഞവർ സംസ്കാര സമ്പന്നമായ യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളിൽ വന്ന് ജീവിതം തെല്ലൊന്നു കരപറ്റിയെന്നാകുമ്പോൾ അവരുടെ നിയമം അവിടെയും നടപ്പിലാക്കണമെന്ന് ശഠിക്കുന്ന തരത്തിലുള്ള നിർലജ്ജമായ ശാഠ്യങ്ങൾക്കെതിരെ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ആകമാനം ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. അതുതന്നെയാണ് കുടിയേറ്റം സംബന്ധിച്ച സ്വീഡന്റെ നയങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതുണ്ടെന്ന കൺസർവേറ്റീവായ രാഷ്ട്രീയ വൃത്തങ്ങൾക്കുള്ളിൽ വളർന്നുവരുന്ന വികാരം ഉപപ്രധാനമന്ത്രിയിലൂടെ പ്രതിഫലിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളടക്കം പലതരം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് യൂറോപ്യൻ ജനത മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ പാല് കൊടുത്ത കയ്യിൽ കടിക്കുന്ന തരത്തിൽ കുടിയേറ്റ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന തലവേദനകൾ. അതുകൊണ്ട് യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ശക്തമായ നിലപാടിലാണ്. അതെ, യൂറോപ്പ് ആകമാനം യാഥാസ്ഥിതികമായ പരിവർത്തനത്തിന്റെ പാതയിലാണ്. ധീരമായി തന്റെ നിലപാട് വ്യക്തമാക്കിയ എബ്ബ ബുഷിന് അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ്.